ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ജീൻസ് പാൻറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി ബാഗ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഹാൻഡ് ബാഗാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഞാനൊരു ജീൻസ് പാൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇത് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആദ്യം ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വലിപ്പം നിങ്ങൾക്ക് ബാഗിൻ്റെ വലിപ്പം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ 2 പീസ് വേണം ഫ്രണ്ടും ബാക്കും വെക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ലൈനിങ് ആണ് ഇതെടുത്തിട്ടുള്ളത്. നോൺ വൂവൺ ക്ലോത്ത് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഈ ഒരു പീസിലാണ് നമ്മൾ സിബ് പിടിപ്പിക്കുന്നത്. അപ്പം ഇത് നമുക്ക് സെൻറ്ററിലേക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പീസിലാട്ടോ നമ്മൾ സിബ് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു വലിയ സിബ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇതുപോലെ പിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ നല്ല വശത്ത് സിബിൻ്റെ നല്ല വശം നമുക്ക് വെച്ച് കൊടുക്കാം. ക്ലോത്തിൻ്റെ നല്ല വശം സിബിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസായി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസും കൂടി നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. നേരത്തെ നമ്മൾ വെച്ച പോലെ തന്നെ നല്ല സൈഡ് ഇതുപോലെ ഫേസ് ടു ഫേസ് വെച്ചിട്ട് അതും തയ്ച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകവശത്ത് നമുക്ക് അതിൻ്റെ ലൈനിങ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ലൈനിങ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ 2 സൈഡിലുള്ള 2 ലൈനിങ്ങും കൂടെ 2 സൈഡിൽ ഇതുപോലെ അങ്ങോട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമ്മുടെ സിബ് വരുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല സൈഡും തന്നെ ഫേസ്റ്റ് വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ 2 സൈഡും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് ടക്ക് ഇട്ട് കൊടുക്കണം, കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നിൽക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം ഇവിടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ, 2 സൈഡിലും ഇതുപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിവശത്ത് ഇതുപോലെ നിങ്ങളുള്ളൊരു ഇതിൻ്റെ പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിന് ലൈനിങ്ങും കൂടി വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡ് ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ടുള്ള ആ ഒരു പീസും ഇതിലേക്ക് നമുക്ക് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പിടിച്ച് വെച്ച് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പം അകവശം നമുക്ക് ഇതിങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വലിച്ച് അത്രയും സ്ഥലം മതി. തുണിയായതുകൊണ്ട് നമുക്ക് ചെറിയ ഇതിലേക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ ഈ 2 സൈഡും കൂടെ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടോ, അപ്പോൾ നമ്മുടെ സിബൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ, അത് നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടില്ലല്ലോ, നേരത്തെ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ തയ്ക്കണം. അപ്പം ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടാട്ടോ ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വെക്കണം നമുക്കത് തിരിച്ചിടാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഇതുപോലെ അത് തിരിച്ചിടാൻ പറ്റും. കണ്ടോ, നമുക്ക് പഴയ ജീൻസൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് വെച്ചിട്ടില്ല ആ ഒരു ഭാഗം ഇതുപോലെ അകവശത്തേക്ക് കുറച്ചൊന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്കത് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, നമുക്കിത് അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പരിപാടിയൊക്കെ തീർന്നു. അതിന് നമുക്കിതിൻ്റെ ഒരു സ്ട്രാപ്പും കൂടെ വെച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ കുറച്ചൊന്ന് അകത്തോട്ടേക്ക് ഇട്ടിട്ട് ഈ ഒരു ഷേപ്പിൽ പിടിച്ച് വെക്കും. അപ്പോൾ ഞാനൊരു നീളത്തിൽ ഇവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഫസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഇതിങ്ങനെ വലിക്കുമ്പോഴത്തേനും നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ
ചെയ്തത് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ച് അവിടെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ അങ്ങോട്ട് കിട്ടും. നമുക്കത് ജസ്റ്റ് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊരു സ്ക്വയർ പീസ് എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ആക്കി പുറത്തെടുക്കുക കേട്ടോ. ഞാനൊരു 5 പെറ്റൽ അവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ അതിന് എന്തെങ്കിലും ഒരു ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തെടുക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കോർക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇതൊന്ന് ടൈറ്റിൽ അവിടെ കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയായി. അപ്പോൾ ഞാനിതുപോലൊരു റോപ്പ് എടുത്ത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ഫ്ലവർ സെൻറ്ററിൽ വെച്ചെടുത്തു. പിന്നെ അതിനൊന്ന് മാച്ചാവാനായിട്ട് അതിൻ്റെ കളർ റോപ്പ് ഞാനൊരു ഇതിനൊരു പകുതി വരെ മാത്രം ഒന്ന് ജസ്റ്റ് ഒരു സൈഡ് മാത്രം ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ആ ഒരു ഫ്ലവറും കൂടെ അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സുന്ദരമായിട്ടുള്ള ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിപ്പൊക്കെ തുറന്ന് നോക്കാം. നന്നായിട്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വേണമെങ്കിൽ അതിലേക്ക് ഇതുപോലെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.